കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. അഴുക്കുകളെത്ര കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. കൊക്കും ചിറകും മുക്കിക്കുളിച്ചും കൊക്കും ചിറകും മുക്കിക്കുളിച്ചും തൂവൽ നന്നായി തിളങ്ങുന്ന കാക്ക. കൂട്ടമായെന്നും ഒത്തൊരുമിക്കും, ഭക്ഷണം കണ്ടാൽ മാടി വിളിക്കും. കൂട്ടമായെന്നും പറന്നു നടക്കും, സന്ധ്യയിൽ ഒന്നിച്ചു ചേക്കേറിടും. കൂട്ടമായെന്നും പറന്നു നടക്കും, സന്ധ്യയിൽ ഒന്നിച്ചു ചേക്കേറിടും. കാക്ക കാക്ക കറു കറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും താളത്തിൽ തലയാട്ടി താഴോട്ട് നോക്കുന്ന കാക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും താളത്തിൽ തലയാട്ടി താഴോട്ട് നോക്കുന്ന കാക്ക. കൊത്തിപ്പറക്കാൻ വയറു നിറയ്ക്കാൻ നോക്കിയിരിപ്പാണ് കാക്ക. കൊത്തിപ്പറക്കാൻ വയറു നിറയ്ക്കാൻ നോക്കിയിരിപ്പാണ് കാക്ക. കാക്ക കാക്ക കറു കറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. മൂളിപ്പറക്കണതാരാണ്? 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 വെറുതെ ഇരുന്നെന്റെ കവിളത്ത് കുത്തി മൂളിപ്പറക്കണതാരാണ്? വെറുതെ ഇരുന്നെന്റെ കവിളത്ത് കുത്തി മൂളിപ്പറക്കണതാരാണ്? തൊടിയിലും മുറ്റത്തും വീടിനകത്തും ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. തൊടിയിലും മുറ്റത്തും വീടിനകത്തും ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല, ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. മൂളിപ്പറക്കണതാരാണ്? മൂക്കിന്റെ തുമ്പത്ത് കൊമ്പും വെച്ച് മൂളിപ്പറക്കുന്നു കുഞ്ഞൻ കൊതു. മൂക്കിന്റെ തുമ്പത്ത് കൊമ്പും വെച്ച് മൂളിപ്പറക്കുന്നു കുഞ്ഞൻ കൊതു. കൂട്ടുകാരൊന്നിച്ചു കലപില മൂളി ഒപ്പത്തിനൊപ്പം പാറുന്നവർ. കൂട്ടുകാരൊന്നിച്ചു കലപില മൂളി ഒപ്പത്തിനൊപ്പം പാറുന്നവർ. ഒപ്പത്തിനൊപ്പം പാറുന്നവർ. മൂളിപ്പറക്കണതാരാണ്? കുഞ്ഞിക്കൊതുകിന്റെ കുത്തുകൊണ്ട ചോര കുടിക്കുന്ന കുത്തുകൊണ്ട ചൊറിഞ്ഞു ചുവക്കും മേനിയാകെ പിന്നെ പലവിധ വ്യാധികൾ വന്നു ചേരും. ചൊറിഞ്ഞു ചുവക്കും മേനിയാകെ പിന്നെ പലവിധ വ്യാധി
ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും. പല്ല്
എങ്ങനെ നോക്കണം പല്ല് നന്നായി നോക്കണം പല്ല് എങ്ങനെ തേക്കണം പല്ല് നന്നായി തേക്കണം പല്ല് എങ്ങനെ നോക്കണം പല്ല് നന്നായി നോക്കണം പല്ല് എങ്ങനെ തേക്കണം പല്ല് നന്നായി തേക്കണം പല്ല് എങ്ങനെ കഴുകണം പല്ല് നന്നായി കഴുകണം പല്ല് എങ്ങനെ കഴുകണം പല്ല് നന്നായി കഴുകണം പല്ല് നന്നായി കഴുകണം പല്ല് 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 നല്ല വെളുവെളുത്തൊരു പല്ല് കടിച്ചു മുറിച്ചും ചവച്ചും അലച്ചും ചിരിച്ചു നിൽക്കണ പല്ല് 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 നല്ല വെളുവെളുത്തൊരു പല്ല് കടിച്ചു മുറിച്ചും ചവച്ചും അലച്ചും ചിരിച്ചു നിൽക്കണ പല്ല് മധുരമിഠായി അധികം തിന്നാൽ കറുത്തു പോകണ പല്ല് മധുരമിഠായി അധികം തിന്നാൽ കറുത്തു പോകണ പല്ല് കറുത്തു പോയാൽ അയ്യോ കറുത്തു പോയാൽ കളിയാക്കി വിളിക്കും പുഴുപ്പല്ല് പല്ല് 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 നല്ല വെളുവെളുത്തൊരു പല്ല് കടിച്ചു മുറിച്ചും ചവച്ചും അരച്ചും ചിരിച്ചു നിൽക്കണ പല്ല് എല്ലാവരും ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർ. ഗുഡ്. എന്നാൽ നമുക്കെല്ലാവർക്കും വിത്ത് നടാൻ പോവുകയല്ലേ? കമോൺ. നോക്ക്, എല്ലാവരുടെ ചട്ടികളുടെ മുകളിലും നമ്മുടെ പേരുണ്ട്. കണ്ടില്ലേ? അലക്സ്. അതെ, എന്റെ ചട്ടിയിലുമുണ്ട്. ജാമിയ, ടോമിക്കുട്ടൻ. കുട്ടികളെ, എല്ലാവരും ഇവിടെ നോക്കിക്കേ. അവരവരുടെ പേരെഴുതിയ ചട്ടികൾ കിട്ടിയില്ലേ? കിട്ടി ടീച്ചർ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന വിത്ത് ആ ചട്ടികളിലെ മണ്ണിൽ കുഴിച്ചിടുക. ആദ്യം ടീച്ചർ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. എല്ലാവരും 2 കൈകളിലും ഗ്ലൗസ് ധരിക്കുക. എന്നിട്ട് ചെടിച്ചട്ടിയിലെ മണ്ണിൽ അല്പം നീക്കുക, ദാ ഇതുപോലെ. എന്നിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ വിത്ത് നിക്ഷേപിക്കുക. എന്നിട്ട് നീക്കിയ മണ്ണ് അതിന് മുകളിൽ ഇടുക. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി ടീച്ചർ. ഇനി എല്ലാരും ആ ടേബിളിൽ വരി വരിയായി നിങ്ങളുടെ ചെടിച്ചട്ടി കൊണ്ടുവച്ചേ. നമ്മൾ എന്തിനാണ് എല്ലാവരുടെയും ചെടിച്ചട്ടികൾ പുറത്തു കൊണ്ടുവച്ചതെന്ന് മനസ്സിലായോ? ടീച്ചർക്ക് കണ്ടോണ്ടിരിക്കാൻ. മിണ്ടാതെ നിൽക്ക്, ടീച്ചർ പറയട്ടെ. ശുദ്ധവായുവും സൂര്യപ്രകാശവും നേരിട്ട് ലഭിക്കാനാണ് ഇവിടെ കൊണ്ടുവച്ചത്. ചെടികൾക്ക് വളരണമെങ്കിൽ ശുദ്ധവായുവും സൂര്യപ്രകാശവും വേണം. അതുമാത്രം പോരാ, എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ചെടികൾക്ക് വളരാൻ എന്തൊക്കെ വേണം? ശുദ്ധവായു, സൂര്യപ്രകാശം, വെള്ളം. ഗുഡ്. ഇനി എല്ലാവരും അവരവരുടെ ചെടിച്ചട്ടികൾ നനയ്ക്കൂ. ടീച്ചർ, ഈ വിത്തുന്ന് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും വലുതാവുമോ? ഇല്ലില്ല, ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ശുദ്ധവായുവും സൂര്യപ്രകാശവും കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. വിത്തിനെ സംരക്ഷിക്കുക. ഇത്രയും ചെയ്താൽ അത് ഉടൻ ചെടിയായി പുറത്തു വരും. നോക്ക് ജോമി, എന്റെ വിത്ത് മുളച്ചു, ചെറിയ ചെടിയായി. എന്റെ വിത്ത് മുളച്ചിട്ടുണ്ട്. അതെന്താ എന്റെ വിത്ത് മാത്രം മുളയ്ക്കാത്തത് ജോമി? നീ എല്ലാ ദിവസവും നനച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ടീച്ചർ പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണമെന്ന്? ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും വന്ന് നനയ്ക്കുന്നതല്ലേ. അലക്സ്, നീയും കണ്ടതല്ലേ? ശരിയാണ്,
അവനും എല്ലാ ദിവസവും വന്ന് നനച്ചിട്ടുണ്ട്. എന്തായാലും സാരമില്ല, നീ ടെൻഷൻ ആവാതെ സമാധാനപ്പെട്. ഏതായാലും നനയ്ക്കുന്നത് നിർത്തണ്ട. 2 ദിവസം കൂടെ നമുക്ക് നോക്കാം. ടീച്ചർ പറഞ്ഞതുപോലെ വെള്ളവും ശുദ്ധവായുവും സൂര്യപ്രകാശവും നമ്മുടെ സ്നേഹവും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ശരിയാണ് അലക്സ് പറഞ്ഞത്. നമുക്ക് 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ജോമി ഓടിവായോ, എന്റെ മാവും എന്റെ വിത്തും മുളച്ചേ. കൺഗ്രാറ്റുലേഷൻസ് ടോമി. കണ്ടില്ലേ, ക്ഷമ വിജയത്തിന്റെ ആദ്യ പാഠമാണ്. നല്ല ക്ഷമ ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്തായാലും അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. താങ്ക് യു അലക്സ്. എന്താ, എന്തു പറ്റി? എനിക്ക് പൊക്കോൺ തിന്നാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു. സാരമില്ല, അത് പല്ലുവേദനയായിരിക്കും. നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം. ദന്ത ഡോക്ടറോ? അതെന്ത് ഡോക്ടറാണ്? പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിച്ച ഡോക്ടറാണോ? എന്നാൽ ഞാനില്ല. ആ ഡോക്ടർ അന്ന് എന്റെ 2 പല്ലാണ് എടുത്തുകൊണ്ട് പോയത്. അന്ന് നിന്റെ മുന്നിലുള്ള 2 പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു. ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. നല്ല കരച്ചിലും. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത്, നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സ്കൂളിലും പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. എന്തു പറ്റി? വീണ്ടും പല്ലുവേദന വന്നോ? അതെ ഡോക്ടർ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈ പല്ലുവേദന വരാതിരിക്കാൻ എന്താ ചെയ്യുക? പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി. ദിവസത്തിൽ നമ്മൾ 2 തവണ പല്ല് തേക്കണം. 2 തവണയോ? അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഡോക്ടർ 2 തവണയൊക്കെ പല്ല് തേക്കുന്നത്? ടോമി ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും? അത് പിന്നെ വിശന്നാൽ നമ്മളല്ലാതെ ആവില്ലേ ഡോക്ടർ? അതുകൊണ്ട് വിശക്കുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും. ആ അണുക്കളെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് ഡോക്ടർ? അണുക്കൾ വളരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും. അയ്യോ, അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കില്ലേ? ടോമി പേടിക്കണ്ട. ഇതുകൊണ്ടാണ് ദിവസവും 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. എന്നാൽ വാ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന്. ഏത് ഭാഗത്താണ് വേദന? ഇവിടെ താഴെ ഇടതുഭാഗത്ത്. ഒരു പല്ല് കേടാണല്ലോ, കറുത്ത പാട് വന്നിട്ടുണ്ട്. കറുത്ത പാടോ? അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി. അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, മിഠായി പോലുള്ളവ. ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് പല്ല് പറിക്കേണ്ടി വരും. ഇല്ല
അധികം കഴിക്കില്ല. ദിവസവും 2 തവണ പല്ലും തേക്കും. ഗുഡ് ബോയ്. ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഡോക്ടർ. അല്ല, ആരിത്? ജോമിയോ? വാ വാ, കയറിയിരിക്കും. അങ്കിൾ, അലക്സ് ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. അലക്സേ, മോനെ അലക്സേ, ഇതാരാ വന്നേന്ന് നോക്കിയേ. വേണ്ട അങ്കിൾ, അവനെ വിളിക്കണ്ട. സത്യത്തിൽ ഞാൻ അവനെ കാണാനല്ല വന്നത്, അങ്കിളിനെ കാണാനാണ്. ആണോ? എന്നാ വാ, വന്ന കാലിരിങ്ങനെ പുറത്തു നിൽക്കാതെ മോൾ അകത്തേക്ക് കയറിയിരിക്കും. എന്താ മോളെ പ്രശ്നം? മുത്തശ്ശൻ അറിയില്ലേ അലക്സിന്റെ വയലിൻ വായനയെ കുറിച്ച്? ഓ, അവൻ വയലിൻ വായനയിൽ മിടുക്കനാണല്ലോ. എന്തു പറ്റി? സ്കൂളിലെ ഇത്തവണത്തെ വയലിൻ കോമ്പറ്റീഷനിൽ അവൻ പങ്കെടുക്കുന്നില്ല പോലും. അതെന്തു പറ്റി? അറിയില്ല അങ്കിൾ, അങ്കിളൊന്ന് അവനോട് സംസാരിക്കണം. അവൻ പങ്കെടുത്താൽ അവന് ഫസ്റ്റ് ഉറപ്പാണ്. വാ, നമുക്ക് ഇപ്പോൾ തന്നെ അവനോട് സംസാരിക്കാം. അലക്സോട്ടാ, ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ഇത്തവണ വയലിൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലേ? എനിക്കതിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ. നീ ഇതിനു വേണ്ടിയല്ലേടാ 1 മാസം മുടങ്ങാതെ വയലിൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്. നന്നായി വായിക്കുന്നുമുണ്ടായിരുന്നല്ലോ. പിന്നെന്ത് പറ്റി? നിന്നേക്കാൾ നന്നായി വായിക്കുന്ന വേറെ ആരും തന്നെ കൂടിയില്ല എന്നാണ് ജോമിയ പറഞ്ഞത്. അതെ അലക്സ്, നീ എന്തായാലും പങ്കെടുക്കണം. നിനക്ക് ഫസ്റ്റ് ഉറപ്പാണ്. എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ? താങ്ക് യു അലക്സ്. സത്യമാണ്, ഇവനാണ് അറിയാതെ കാൽവൈദ്യ കുളത്തിൽ വീണ എന്നെ ഒരു കയറിൽ കരക്കി പിടിച്ച് കയറ്റിയത്. രണ്ടാളും കണക്കാ. ചക്കിക്കൊത്ത ചങ്കരന്മാർ. ഒരു ബക്കറ്റ് വെള്ളം മര്യാദയ്ക്ക് പൊക്കാൻ പറ്റാത്ത ടോമിയാണ് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് കയറി വലിച്ച് കരക്കി കയറ്റിയെന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മക്കളെ. നിങ്ങൾ എന്താണ് ടോമി പറയുന്നത് വിശ്വസിക്കാത്തത്? മുങ്ങിത്താന്നു പോയ തന്റെ കൂട്ടുകാരനെ രക്ഷിച്ച ടോമിയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അങ്കിളും ഇവരുടെ നുണക്കഥ വിശ്വസിച്ചോ? അവർ പറഞ്ഞത് എവിടെയാണെന്നൂടാ. ടോമിക്ക് എങ്ങനെയാണ് മുന്തിരിക്കുട്ടനെ രക്ഷിക്കാനുള്ള ശക്തി കിട്ടിയത് എന്നല്ലേ നിങ്ങളുടെ സംശയം? ആ സമയം നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ടോമിക്ക് സഹായത്തിനായി ആരെയെങ്കിലും കിട്ടിയിരുന്നോ? ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. യെസ്, അതുകൊണ്ട് തന്നെ അവന് മാത്രമേ മുന്തിരിക്കുട്ടനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു ബോധം അവന് വന്നു. അവനത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അവനിൽ തന്നെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. നമ്മൾ നമ്മളെയാണ് എന്ത് കാര്യത്തിലും ആദ്യം വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ടോമി നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സോറി ടോമി, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിയില്ല. നീ ഒരു ഹീറോ തന്നെ. യെസ്, സൂപ്പർ ഹീറോ ടോമി.